ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് ക്ലാസ് നാളെയാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവസാനം പറഞ്ഞത് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. അത് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. മാത്രമല്ല കുറച്ച് പേർക്ക് ആ ലൈവിൻ്റെ സെഷൻ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് പേർക്ക് സൗണ്ട് കട്ടായി പോയിരുന്നോ, വീഡിയോ നെറ്റ് കട്ടായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫോർമാറ്റിംഗ് ടാഗ്സ് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്കിന്ന് ലിസ്റ്റും പിന്നെ ടേബിളും ഈ രണ്ട് കാര്യങ്ങളും കൂടി അഡീഷണലായിട്ട് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഫോർമാറ്റിംഗ് ടാഗ്സിലേക്ക് തന്നെ പോകാം. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നു. കുറച്ച് പേര് കട്ടായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. നമ്മൾ വെബിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ നോർമലി ഡിസ്പ്ലേ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഫോർമാറ്റിംഗ് വരുത്താൻ വേണ്ടിയാണ് ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിളായിട്ട് ബോൾഡ് ആക്കുക, ഇറ്റാലിക്കിൽ കാണിക്കുക. ഓക്കെ, പിന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. നമ്മൾ H2O എന്ന് എഴുതുമ്പോൾ സബ്സ്ക്രിപ്റ്റ് ആണ്. AX² എന്ന് എഴുതുമ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. അതുപോലെ മാർക്ക്ഡ്, നമ്മൾ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഒരു വേർഡ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏതൊക്കെ ടാഗുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫോർമാറ്റിംഗ് ടാഗ് എന്നുള്ള സെക്ഷനിൽ HTML നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് പഠിക്കുക. അത് കാരണം 10 ടാഗുകൾ നമുക്ക് ആ രീതിയിൽ പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇതിൽ B എന്ന് പറഞ്ഞ ടാഗാണ്. ഇപ്പം എല്ലാം നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക. B എന്നാണ് പറയുന്നതെങ്കിലും B എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗും അതിൻ്റെ ക്ലോസിംഗ് എവിടെ വരെയുള്ളതാണ് ബോൾഡ് ആക്കേണ്ടത്, അതിൻ്റെ ക്ലോസിംഗ് ടാഗാണ് /B. എല്ലാത്തിനും ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊന്നും HTML എലമെന്റ്സ് അല്ല. ഓക്കെ, അപ്പോൾ B എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇനി സ്ട്രോങ് എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? രണ്ടും B പോലെ തന്നെ ബോൾഡായിട്ട് തന്നെയാണ് കാണിക്കുക. പിന്നെ എന്താണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. എന്താ വ്യത്യാസം? സെർച്ച് എഞ്ചിൻ വഴി ഒരാൾ ഒരു വേർഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ ഒരാൾ ഒരു വേർഡ് സെർച്ച് ചെയ്തു. അപ്പോൾ ആ വേർഡ് ഒരു സൈറ്റിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സൈറ്റിൽ B എന്നുള്ള ടാഗ് വെച്ചിട്ട് ബോൾഡായിട്ട് കാണിച്ചിട്ടുണ്ട്. വേറൊരാൾ ക്രിയേറ്റ് ചെയ്തതിൽ സ്ട്രോങ് എന്നുള്ള ടാഗ് വെച്ചിട്ടാണ് ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്നത്. എങ്കിൽ സെർച്ച് എഞ്ചിൻ മനസ്സിലാക്കുക, സ്ട്രോങ് എന്ന് കാണിച്ച ആളുടെ പേജായിരിക്കും സെർച്ച് എഞ്ചിൻ ആദ്യം എടുത്ത് ഈ പറഞ്ഞ സെർച്ച് ചെയ്ത ആൾക്ക് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് എന്നുള്ള ടാഗിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ്. അതായത് ഈ പറഞ്ഞ നമ്മൾ സ്ട്രോങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ വെബ് പേജിൽ ആ പേരിന് അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്പ്ലേ ഇതിൽ കണ്ടന്റ് ആയിട്ടുള്ളത് പേജിൽ. അതാണല്ലോ ഈ സെർച്ച് ചെയ്യുന്ന ആൾക്ക് വേണ്ടത്. ഒരു വേർഡ് സെർച്ച് ചെയ്യുമ്പോൾ ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് എന്ന്, അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വെബ് പേജിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ, എന്തിനെക്കുറിച്ച് സെർച്ച് ചെയ്താലാണ് നമ്മുടെ വെബ് പേജൊക്കെ ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ B വേണോ സ്ട്രോങ് വേണോ തീരുമാനിക്കുക. മനസ്സിലാക്കുക, സ്ട്രോങ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്, B എന്നുള്ളത് ബോൾഡായിട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. രണ്ടിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് തന്നെയാണ്. ഇനി അതുപോലെ തന്നെയാണ് അടുത്ത രണ്ട് ഫോർമാറ്റിംഗ് എലമെന്റ്സ്, ഇറ്റാലിക്കും EM, എംഫസൈസ്ഡ് ടെക്സ്റ്റും. ഇറ്റാലിക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ചരിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു 2-3 വേർഡുകൾ ഇറ്റാലിക്കായിട്ട് കാണിക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ I എന്നുള്ള ടാഗ് വെക്കുക, അവസാനിക്കുമ്പോൾ /I എന്നുള്ള ടാഗ് വെച്ചിട്ട് അവസാനിപ്പിക്കുക. അത് ഇറ്റാലിക്കായിട്ട് കാണിക്കും. സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും എന്തിന്, EM-ന്. എംഫസൈസർ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് EM/EM. രണ്ടും കാണാം, ഇറ്റാലിക് കാണുന്ന പോലെ തന്നെ ചരിഞ്ഞിട്ടായിരിക്കും ഇതും കാണാം. പക്ഷേ എന്താണ്, എംഫസൈസ്ഡ് ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ വഴി ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ EM വെച്ച് ഏത് വെബ് പേജിലാണ് വെച്ചിട്ടുള്ളത് അതായിരിക്കും കൂടുതലായിട്ട് ആദ്യം കാണിക്കുക, ഏതിനേക്കാളും I വെച്ചിട്ട് കാണിച്ചിട്ടുള്ളതിനേക്കാളും. ഓക്കെ, അപ്പോൾ സെമാൻറ്റിക്കലി ഇമ്പോർട്ടൻസ് ഏതിനാണ്? ജസ്റ്റ് ഇറ്റാലിക്കായിട്ട് കാണിക്കാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ I. അതല്ല, ആ ഇറ്റാലിക്കായിട്ട് കാണിക്കുന്ന ഭാഗം ഈ വെബ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലെങ്കിൽ സെൻറ്റൻസ് ആണെങ്കിൽ EM യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നേരത്തെ B-യും സ്ട്രോങ്ങും പറഞ്ഞ പോലെ തന്നെ, ബോൾഡും സ്ട്രോങ്ങും പറഞ്ഞ പോലെ തന്നെയാണ് I-യും ഇറ്റാലിക്കും EM-ഉം. രണ്ടും കാണിക്കുക ഇറ്റാലിക്കായിട്ടാണ്. നേരത്തെ സ്ട്രോങ്ങിൻ്റെ കേസിൽ രണ്ടും ബോൾഡായിട്ടാണ് കാണിക്കുക, ഇവിടെ രണ്ടും ഇറ്റാലിക്കായിട്ടാണ് കാണിക്കുക. ഓക്കെ, ആ വ്യത്യാസം കൂടി അറിഞ്ഞിരിക്കുക. അടുത്തത്
മാർക്ക്ഡ് ടെക്സ്റ്റ്. മാർക്കൊക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് അതിന് മുമ്പ് ഈ ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇത് നോർമൽ ഒരു പാരഗ്രാഫാണ്, അത് നോർമലായിട്ട് കാണിച്ചു. ആ പാരഗ്രാഫിൽ തന്നെ അടുത്ത പാരഗ്രാഫിൽ BM/B യൂസ് ചെയ്തപ്പോൾ അത് ബോൾഡായിട്ട് കാണിച്ചു. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിൽ നോക്കിയായിരുന്നു. BM/B എടുത്തിട്ട് ഈ ടെക്സ്റ്റ് എന്നുള്ളതിന് മാത്രം വെച്ച് പോയാൽ എന്ത് പറ്റും? ടെക്സ്റ്റ് എന്നുള്ള മാത്രം ബോൾഡായിരിക്കും, ബാക്കിയെല്ലാം സാധാരണ പോലെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, എന്താണ് ഈ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ് എവിടെ വന്നു? അടുത്ത പാരഗ്രാഫ് താഴെയാണ് വന്നത്. പക്ഷെ ഇവിടെ എത്ര സ്ഥലമുണ്ട് അല്ലേ? ബ്രൗസറിൽ അത്രയും സ്ഥലമുണ്ട്. ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ഈസ് ബോൾഡ് എന്നുള്ള അതിൻ്റെ സൈഡിൽ വെക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് വന്നില്ല? പാരഗ്രാഫ് എല്ലാം ബോക്സ് എലമെന്റ് ആണ്. ബ്രൗസറിന്റെ ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള ഏരിയ അത് പിടിച്ചടക്കി വെച്ചിരിക്കുക. അടുത്ത എലമെന്റിന് അടുത്ത സ്ഥലമേ കൊടുക്കുകയുള്ളൂ. ബോക്സ് ആണ്, ഒരു ബോക്സ് വളച്ച് കെട്ടി കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെയാണ് ഇതെങ്കിൽ ഈ ഒരു ബോൾഡ്, ഇറ്റാലിക് ഇതൊക്കെ എങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഞാൻ ബി എന്നുള്ളത് ബി എന്നുള്ള ടാഗ് അവിടെ നിന്ന് എടുത്തിട്ട് ടെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുത്തു. /B എടുത്തിട്ട്, അതായത് എൻ്റെ ഉദ്ദേശം ടെക്സ്റ്റ് എന്നുള്ള വേർഡ് മാത്രം ബോൾഡായിട്ട് കാണിക്കണം അല്ലേ? ബാക്കി സാധാരണ പാരഗ്രാഫാണ്. റൺ ചെയ്തപ്പോൾ എന്ത് പറ്റി? അങ്ങനെ തന്നെ വന്നു. പക്ഷെ ഇതല്ല, ബി എന്നുള്ളതും ബോക്സ് എലമെന്റ് ആയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? അത് ഒരു ബോക്സിൽ ഈ അറ്റം മുതൽ ബ്രൗസറിന്റെ ഈ അറ്റം മുതൽ അറ്റം വരെ അതിന് സ്ഥലം വേണം. അപ്പൊ എന്ത് പറ്റും? ദിസ് എന്നുള്ളത് ഒരു ലൈനിൽ വരും, ടെക്സ്റ്റ് എന്നുള്ള ബോൾഡായിട്ട് അടുത്ത ലൈനിൽ വരും, ബാക്കി ഈസ് ബോൾഡ് എന്നുള്ളത് നോർമൽ ഫോണ്ടിൽ താഴെ വരും. 3 ലൈനായിട്ട് അത് വന്നേനെ ബോക്സ് എലമെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഫോർമാറ്റിംഗ് ടാഗുകൾ ഒന്നും ബോക്സ് എലമെന്റുകളല്ല, അത് മനസ്സിലാക്കുക. അതാ സ്പാൻ ഏരിയ, എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു, അത് മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിൽ മാത്രമേ അതിന് അധികാരമുള്ളൂ. അവിടെ മാത്രമേ അത് ബോൾഡാക്കുകയാണെങ്കിൽ ബോൾഡാക്കും, ഇറ്റാലിക്കാണെങ്കിൽ ഇറ്റാലിക്കാക്കും, മാർക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്ക് ചെയ്യും, അത്രയും മാത്രം. ബാക്കിയെല്ലാം അത് ഏതിനകത്താണോ ഇരിക്കുന്നത് ആ പാരഗ്രാഫ്, ഇപ്പം ഇതൊരു പാരഗ്രാഫിനകത്താണല്ലോ, പാരഗ്രാഫ് എലമെന്റിന്റെ ഏരിയയിൽ തന്നെയായിരിക്കും അത് ഡിസ്പ്ലേ വരിക. ഇതിന് സ്വന്തമായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. ഓക്കെ, എത്ര ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ മാത്രം, അല്ലാതെ ഒരു ബോക്സ് കംപ്ലീറ്റ് അതിൻ്റെ കയ്യിൽ കിട്ടില്ല. ബോക്സ് എലമെന്റുകളല്ല, ഒരു ഫോർമാറ്റിംഗ് ടാഗുകളും ബോക്സ് എലമെന്റുകളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് സ്ട്രോങ്. രണ്ടും സെയിം തന്നെ, നമ്മൾ കണ്ടു. ബി പോലെ തന്നെ ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുക. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. രണ്ടിന് സെമാൻറ്റിക്കൽ ഡിഫറൻസ് മനസ്സിലാക്കുക. സെർച്ച് എഞ്ചിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് ആണ്. സ്ട്രോങ്ങിനകത്ത് എഴുതിയിരിക്കുന്ന മാറ്ററാണ് ഇമ്പോർട്ടൻറ്റ്, മറ്റേതല്ല, അത് മനസ്സിലാക്കുക. അടുത്തത് ഇറ്റാലിക് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളത് എനിക്കറിയാം. ഇറ്റാലിക് ആണെങ്കിലും EM ആണെങ്കിലും ഒരുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. കണ്ടോ, ചരിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെയും ബോക്സ് എലമെന്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് എംഫസൈസ്ഡ്, EM എന്താണ് ഔട്ട്പുട്ട് നോക്കിയ ഒരു വ്യത്യാസമില്ല. ദിസ് ടെക്സ്റ്റ് ഈസ് എംഫസൈസ്ഡ് എന്നാണ്, പക്ഷെ കാണിച്ചിരിക്കുന്നത് എന്താ? ഇറ്റാലിക് ആയിട്ടല്ല. പക്ഷെ സെർച്ച് എഞ്ചിനെ സംബന്ധിച്ച് ഒരു വാക്ക് സെർച്ച് ചെയ്യുമ്പോൾ EMനകത്ത് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനകത്ത് ആ വാക്കുണ്ടെങ്കിൽ ആ സൈറ്റ് എടുത്തിട്ട് സെർച്ച് ചെയ്ത ആൾക്ക് കൊടുക്കും. ഏതിനേക്കാൾ പ്രാധാന്യത്തോടെ കൊടുക്കും? നമ്മൾ സെയിം തന്നെ വെച്ചിട്ട് കാണുന്നത് രണ്ടും ഒരുപോലെയാണ്, പക്ഷെ സെർച്ച് എഞ്ചിനെ സംബന്ധിച്ച് മറ്റേതാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്, EM. അതുപോലെ തന്നെ ബോൾഡും സ്ട്രോങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് സ്ട്രോങ് ആണ്. അടുത്തത് സ്മോൾ. ഇത് വെറുതെ കുറച്ച് ഭാഗം നമുക്ക് ചെറുതായിട്ട് കാണിക്കണം, കുറച്ച് ടെക്സ്റ്റ്. നോർമലി ഒരു ബ്രൗസറിനെ സംബന്ധിച്ച് അതിൻ്റെ നോർമൽ സൈസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇതിൽ ഞാൻ സൂം ചെയ്ത് കഴിയുമ്പോൾ സൈസ് കൂടുന്നില്ല, അതിനനുസരിച്ച് എല്ലാ സൈസും കൂടുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ 100% വെക്കുമ്പോൾ അതിനൊരു നോർമൽ സൈസ് ഇതാണ് അതിന്റെ 100%. റെസൊല്യൂഷൻ അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. എന്തായാലും അപ്പോൾ ഈ നോർമൽ സൈസിനേക്കാൾ ചെറിയ സൈസിൽ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്മോൾ എന്നുള്ളത് യൂസ് ചെയ്യുക. ഈ സ്മോൾ എന്നുള്ളത് എൻ്റയർ പാരഗ്രാഫിന് കൊടുക്കാതെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, സ്മോളർ ടെക്സ്റ്റ് എന്ന് മാത്രം, അത് മാത്രം സ്മോൾ, ദിസ് ഈസ് സം എന്നുള്ള നോർമലായിട്ട് കാണിക്കണം. അപ്പം ഞാനതെടുത്ത് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. റൺ ചെയ്ത് നോക്കിയാൽ എന്ത് പറ്റും? ദിസ് ഈസ് സം എന്നുള്ളത് സാധാരണ ഫോണ്ടിൽ കാണിച്ച്, സ്മോളർ ടെക്സ്റ്റ് എന്നുള്ള കുറച്ച് ചെറുതായിട്ട് കാണിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സ്മോൾ എന്നുള്ള ടാഗ്, ഫോർമാറ്റിംഗ് ടാഗ് യൂസ് ചെയ്യുക. അതിൻ്റെ അകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്തത് മാർക്ക് എന്നുള്ള ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഹൈലൈറ്റർ, പെൻ മാർക്കർ, പെൻ വെച്ചിട്ട് അതിനെ
ഇങ്ങനെ ആ ലൈൻ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇവിടെ മിൽക്ക് എന്ന് പറയുന്നത് അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എന്താ ചെയ്തത്, മിൽക്ക് എന്നുള്ള വേർഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട് അതിനെ മാർക്കപ്പ് ചെയ്തു. ഓക്കെ, എവിടെ ഏത് ഭാഗമാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അതിൻ്റെ ഫ്രണ്ടിൽ മാർക്ക് ടാഗ് വെക്കുക, അവസാനിക്കുന്നിടത്ത് സ്ലാഷ് മാർക്ക് വെച്ചാൽ അത് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ അവിടെ കഴിഞ്ഞു. അടുത്ത ഡെൽ, DEL. DEL എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് ടെക്സ്റ്റ് കാണിക്കാനുണ്ട്. ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്തത്, വെട്ടിക്കളഞ്ഞത്, നമ്മൾ ഒഴിവാക്കി. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വരും. മൈ ഫേവറേറ്റ് കളർ ഈസ് റെഡ് ആണ്. ഇപ്പോൾ നേരത്തെ ബ്ലൂ എന്നാണ് എഴുതി വെച്ചിരുന്നത്, അത് ഞാൻ മാറ്റി. ഇപ്പോൾ ബ്ലൂ മാറ്റി, എനിക്കിനി ഫേവറേറ്റ് കളർ റെഡ് ആണ്. അപ്പം അത് അങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ വെബ് ബ്രൗസറിൽ നമുക്ക് വെബ് പേജിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂവിന് വെട്ടി സ്ട്രൈക്ക് ചെയ്ത പോലെ കാണിക്കണം. ആ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്ലൂ എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഫ്രണ്ടിൽ DEL, അവസാനം /DEL, ഡിലീറ്റ് എന്നുള്ള ഫോർമാറ്റിംഗ് ടാഗ് വെച്ചിട്ട് അതിനെ നമ്മൾ മാർക്കപ്പ് ചെയ്തു. അപ്പോൾ ബ്ലൂ മാത്രം സ്ട്രൈക്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് അതും ഓർത്തിരിക്കുക. അടുത്തത് INS, ഇൻസർട്ടഡ് ടെക്സ്റ്റ്. അതായത് ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഇൻസേർട്ട് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ഏരിയ ഫില്ല് ചെയ്ത പോലെ, ഒരു അണ്ടർലൈൻ്റെ മുകളിൽ എഴുതിയ പോലെ കാണിക്കണമെങ്കിൽ INS എന്നുള്ള ടാഗാണ്, ഈ ഫോർമാറ്റിംഗ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കി, മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ എന്ന് എഴുതിയത് വെട്ടിയിട്ട് അവിടെ ഒരു ഡാഷ് ഇട്ടു, അണ്ടർലൈൻ ചെയ്ത് അവിടെ ഇൻസർട്ട് ചെയ്താണ് റെഡ് എന്നുള്ളത്. അണ്ടർലൈൻ്റെ മുകളിൽ റെഡ് എഴുതിയ പോലെ വരണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലൂ എന്നുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഡെൽ യൂസ് ചെയ്തു. ഇൻസർട്ട് ചെയ്യാനായിട്ട് റെഡ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്ത പോലെ കാണിക്കാൻ INS എന്നുള്ള ടാഗ് യൂസ് ചെയ്തു. ഇതെല്ലാം എന്തിനകത്താണ്, പാരഗ്രാഫിനകത്താണ്. ഇത് ഇങ്ങനെ വരുന്ന എന്തിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, നമ്മൾ ആദ്യം പഠിച്ച നെസ്റ്റഡ് HTML എലമെന്റ്സ് അല്ലേ. ഇത് നെസ്റ്റഡ് അല്ലേ, പാരഗ്രാഫാണ് മൊത്തം, അതിൻ്റെ അകത്തൊരു ഡെല്ല് വന്നു, അതിൻ്റെ അകത്ത് വീണ്ടും അടുത്ത ഇൻസർഷൻ ഒരു ടാഗ് വന്നു അല്ലേ. ഇതും നെസ്റ്റിംഗ് ആണ്. നെസ്റ്റിംഗ് പല രീതിയിൽ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പഠിച്ചത് നമ്മൾ INS എന്നുള്ള ഫോർമാറ്റിംഗ് ടാഗാണ്. ഇനി എന്താണ് SUB, സബ്സ്ക്രിപ്റ്റിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, H2O. നമുക്ക് വാട്ടർ മോളിക്യൂള് എഴുതുന്ന രീതിയിൽ വെബ്സൈറ്റിൽ കാണിക്കണം H2O. അത് നമുക്ക് എങ്ങനെയാണ് കാണിക്കുക, നമ്മളിവിടെ സാധാരണ പോലെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് H2O/P എങ്ങനെയായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. 2 താഴെ ഒന്നും പോയില്ല, സാധാരണ പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തു. ഇനി എനിക്ക് 2 താഴേക്ക് ഇറക്കി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിക്കണം. എന്ത് ചെയ്യണം, 2ന്റെ ഫ്രണ്ടിൽ SUB എന്നുള്ള ടാഗ് വെക്കുക. 2 കഴിഞ്ഞിട്ട് 2 മാത്രം സബ്സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് 2 കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, /SUB ക്ലോസ് ചെയ്യുക. ഒന്ന് റൺ ചെയ്ത് നോക്കാം. H2O എന്നുള്ളത് H2O ആയിട്ട് സാധാരണ എഴുതുന്ന രീതിയിൽ അത് കാണിച്ചു. ഇപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്റ്റഡ് എന്നുള്ള ടെക്സ്റ്റ് കാണിച്ച പോലെ സബ്സ്ക്രിപ്റ്റഡ് എന്നുള്ള ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ SUB ഉണ്ട്, അവസാനിക്കുന്നിടത്ത് /SUB. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത ഫോർമാറ്റിംഗ് എന്താണ്, സൂപ്പർസ്ക്രിപ്റ്റ്. അതായത് AX² + BX + C = 0. പോളിനോമിയലൊക്കെ നമ്മൾ എഴുതില്ല, അപ്പോൾ AX² മുകളിൽ എഴുതണം. എന്ത് ചെയ്യും, അതിനുപയോഗിക്കുന്നതാണ് സൂപ്പർസ്ക്രിപ്റ്റ്. ദിസ് ഈസ് സൂപ്പർസ്ക്രിപ്റ്റഡ്, മുകളിൽ വന്നു അല്ലേ. അപ്പോൾ ഞാനിവിടെ സാധാരണ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് AX² എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, AX² എന്ന് വരണം. വരാൻ വേണ്ടി ഇങ്ങനെ എഴുതിയാൽ മതിയോ, റൺ ചെയ്ത് നോക്കിയാൽ എന്ത് പറ്റും, ഇല്ല, AX2 എന്നേ വരുന്നുണ്ട്. എനിക്ക് AX² ആയിട്ട് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് 2 ആണ്. 2ന്റെ ഫ്രണ്ടിൽ SUP എന്നുള്ള ടാഗ് വെക്കുക. 2 മാത്രം നമുക്ക് കാണിച്ചാൽ മതി. അപ്പോൾ 2 അവസാനിക്കുന്നിടത്ത് /SUP, SUB അല്ല SUP അല്ലേ. SUP എന്തിനാ, സബ്സ്ക്രിപ്റ്റ് ആണ്. സൂപ്പർസ്ക്രിപ്റ്റ് SUP. റൺ ചെയ്ത് നോക്കുക, എന്തായി, AX² നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് വന്നു. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്റ്റായി, സൂപ്പർസ്ക്രിപ്റ്റായി. ഇത്രയും 10 ഫോർമാറ്റിംഗ് ടാഗുകൾ അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് എലമെന്റ്സ് ആണ് HTML-ലുള്ളത്. ഇതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ 10 എണ്ണവും എഴുതാൻ പറ്റണം. അതിന് എക്സാമ്പിൾ എഴുതണം, കോഡിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് കൂടി എഴുതാൻ പറ്റിയാൽ ഫുൾ മാർക്കാണ്.
അധികം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എഴുതണ്ട. ബി ടാഗ് ബി ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് ബോൾഡ് ടെക്സ്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ എഴുതുക, ഔട്ട്പുട്ട് ഇന്നതാന്ന് പറയാം. സ്ട്രോങ്, ഇത് രണ്ടും എഴുതുമ്പോൾ ബിയും സ്ട്രോങ് കഴിഞ്ഞിട്ട് പറയാം ബിയുടെ സ്ട്രോങ് തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ പറഞ്ഞ വ്യത്യാസം, സെർച്ച് എഞ്ചിനിൽ വരുമ്പോൾ വരുന്ന വ്യത്യാസം. അതുപോലെ ഇറ്റാലിക്കും എംഫസിസും രണ്ടും ഒരേപോലെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിലും ഇമ്പോർട്ടൻസ് എംഫസിസിനാണ്, സ്ട്രോങ്ങിനാണ് എന്നൊക്കെ ഉള്ളത് ഇത്രയും പറഞ്ഞാൽ അത് ആയി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഒന്നുകൂടെ പറഞ്ഞു. എന്തെങ്കിലും ഓഡിയോ കട്ടായി എനിക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ലിസ്റ്റുകളാണ്. HTML ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് തന്നെ. മൂന്ന് ടൈപ്പ് ലിസ്റ്റാണ് മെയിനായിട്ട് HTML ഉള്ളത്. 3 ടൈപ്പ് ലിസ്റ്റ്. അതിൽ ആദ്യം 2 നമ്മൾ പഠിക്കും, മൂന്നാമത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അത് വേറെ ആയിട്ട് പഠിക്കാം. ഓക്കെ, 3 ടൈപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. 1 2 3 4 ഒരു ഓർഡർ ഉണ്ട്, അതിനൊരു നമ്പറിങ് കാണും, ഏതെങ്കിലും രീതിയിലൊരു നമ്പറിങ് കാണും. ABCD 1 2 3 4 റോമൻ ലെറ്റേഴ്സ് 1 2 3 4. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിസ്റ്റിനെ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഒരു ഓർഡർ ഇല്ലാതെ ഈ ബുള്ളറ്റ് ഇട്ട് കാണും, ഇതിനെ എന്താ പറയുക, ഇങ്ങനെ കറുത്ത ഡോട്ടിനെ എന്താ പറയുക, ബുള്ളറ്റ് എന്ന് പറയുക അല്ലേ. നമ്മൾ വേർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി യൂസ് ചെയ്യും വെബിനാർ റിപ്പോർട്ടും പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ബുള്ളറ്റുകളൊക്കെ പല രീതിയിലുള്ള ബുള്ളറ്റുകളുണ്ട്. ഇതിനെ ഡിസ്ക് എന്നാണ് പറയുക. റൗണ്ട് ഷേപ്പിൽ ഡോട്ട് ഫില്ല് ചെയ്ത റൗണ്ടിന് ഡിസ്ക് എന്ന് പറയും. പിന്നെ സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ബുള്ളറ്റുകൾ കൊടുക്കാം. ഈ 2 ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പഠിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ഓക്കെ, ആദ്യം പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. നേരെ നമുക്ക് ട്രൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് ബാക്കി കാര്യം ചെയ്യും. ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. കോഫി, ടീ, മിൽക്ക് എന്ന് ഇതുപോലെ ലിസ്റ്റായിട്ട് കാണിക്കണം, ബുള്ളറ്റ് ഇട്ട് കാണിക്കണം. എന്ത് ചെയ്താൽ മതി? അൺഓർഡേർഡ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് UL. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് തുടങ്ങുന്നിടത്ത് UL, ലിസ്റ്റ് അവസാനിക്കുന്നിടത്ത് എൻ്റെ ക്ലോസിംഗ് ടാഗായ /UL. ഇനി എന്ത് പറയണം? ഇതിനകത്തുള്ള ഓരോ ഐറ്റം ആണെന്ന് പറഞ്ഞു കൊടുക്കണം ബ്രൗസറിൽ. അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് LI, ലിസ്റ്റ് ഐറ്റം. ലിസ്റ്റ് ഐറ്റം എന്നുള്ളതാണ് LI. അപ്പോൾ ആദ്യത്തെ ഐറ്റം കോഫി, അപ്പോൾ അതുകൊണ്ട് LI എന്നുള്ള ടാഗ് ആദ്യത്തെ ഐറ്റം അവിടെ ക്ലോസ് ചെയ്തു /LI. രണ്ടാമത്തെ ഐറ്റം ടീ, LIയിൽ തുടങ്ങി /LIയിൽ അവസാനിക്കും. മൂന്നാമത്തെ ഐറ്റം മിൽക്ക്. ഓക്കെ, അപ്പോൾ LI വെച്ചുകൊണ്ട് എത്ര ഐറ്റം വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാം. എത്ര ഉണ്ടെങ്കിലും എന്തായിട്ടേ കാണിക്കുള്ളൂ? ബൈ ഡീഫോൾട്ട് കാണിക്കുന്ന രീതിയാണ് ഈ ഡിസ്ക്, കറുത്ത ഡോട്ട്. ഓക്കെ, അത് നമുക്ക് മാറ്റാൻ പറ്റും, അതിൻ്റെ സ്റ്റൈൽ സ്ക്വയർ ആക്കാം. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അതിൽ പഠിക്കാനുള്ളത് അൺഓർഡേർഡ് ലിസ്റ്റ് മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യാൻ UL എന്നുള്ള ടാഗ്, അത് ലിസ്റ്റ് അവസാനിക്കുന്നിടത്ത് /UL. പിന്നെ ലിസ്റ്റിലുള്ള ഓരോ ഐറ്റവും ഏതാണെന്ന് അതിൻ്റെ അകത്ത് പറയുന്ന ടാഗാണ് LI /LI. ഓക്കെ, ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിളാണ്. ഇനി അടുത്ത ടൈപ്പ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പറിങ് വരും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സിൻടാക്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒറ്റൊരു കാര്യം മാത്രം, ULന് പകരം ഇവിടെ എന്താണ്? OL ആണ്. അൺഓർഡേർഡ് ലിസ്റ്റിൽ UL ആയിരുന്നെങ്കിൽ ഇവിടെ OL ആണ്. ബാക്കി ഒന്നും വ്യത്യാസമില്ല. ഓരോ ഐറ്റത്തിനും ലിസ്റ്റ് ഐറ്റം തന്നെയാണ്. ഇവിടെയും LI തന്നെയാണ് ഉപയോഗിക്കുക. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. കോഫി, ടീ, മിൽക്ക് ഓർഡേർഡ് ലിസ്റ്റ് ആക്കി മാറ്റി. എന്താ വ്യത്യാസം വന്ന്? ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യാൻ ULന് പകരം OL യൂസ് ചെയ്തു. നമുക്കിതൊന്ന് UL ആക്കി നോക്കാം. എന്താ വ്യത്യാസം വരിക? UL /UL റൺ ചെയ്യാം. 1 2 3 പോയിട്ട് അവിടെ ഡോട്ട് വന്നു. അൺഓർഡേർഡ് ലിസ്റ്റായി, വേറെ ഒരു മാറ്റം വരുത്തണ്ട. ഓക്കെ, അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അൺഓർഡേർഡ് ലിസ്റ്റിന് അൺഓർഡേർഡ് UL, ഓർഡേർഡ് ലിസ്റ്റിന് ഓർഡേർഡ് OL. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഓരോ ഐറ്റവും LI /LI അങ്ങനെ ഓരോ ഐറ്റം അതിൻ്റെ അകത്ത് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റും അവിടെ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ലിസ്റ്റ്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, ഈ ഓർഡേർഡ് ലിസ്റ്റിലും അൺഓർഡേർഡ് ലിസ്റ്റിലും. ഈ അൺഓർഡേർഡ് ലിസ്റ്റിൽ ഈ ഐറ്റം മാർക്കർ, അതായത് നമ്മൾ ഡോട്ട് കണ്ടല്ലോ, ഡിസ്ക് എന്നാണ് അതിനെ പറയുക. ആ ഡിസ്കിന് പകരം നമുക്ക് സ്ക്വയർ, സർക്കിൾ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഡിസ്പ്ലേ ചെയ്യാം. ഒരു ഡോട്ടോ ഒന്നുമില്ലാതെ ഡിസ്പ്ലേ ചെയ്യാം. അതിന് ഉപയോഗിക്കുന്നത് അതിനൊരു CSSന്റെ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക. CSS ശരിക്കും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. എന്നാലും
ഇവിടെ ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞു പോവാം. ഓക്കെ, CSSന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അത് നമ്മൾ ഇവിടെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ നമ്മൾ UL എന്നുള്ളത് അവിടെ ഓപ്പണിംഗ് ടാഗിൽ UL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വേറൊരു ലൈൻ കയറി വന്നു. എന്താണ്? സ്റ്റൈൽ ഈക്വൽ ടു. ഇങ്ങനെ എഴുതുന്ന സാധനത്തിന് എന്താ നമ്മൾ പേര് പറഞ്ഞത്? ഓപ്പണിംഗ് ടാഗിൽ HTML എലമെന്റ്സിന്റെ ഓപ്പണിംഗ് ടാഗിൽ കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ സ്പെസിഫൈ ചെയ്യാൻ കൊടുക്കുന്ന ആ സംഭവത്തിന് എന്താ പേര് പറഞ്ഞത്? ആട്രിബ്യൂട്ട്സ് അല്ലേ? അപ്പോൾ ഇതിവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുക. സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് CSSന്റെ പ്രോപ്പർട്ടികൾക്ക് വാല്യൂ കൊടുക്കാനാണ്. CSS അപ്ലൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ എലമെന്റിൽ, ഈ അൺഓർഡേർഡ് ലിസ്റ്റിൽ CSS അപ്ലൈ ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി, സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുക. സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അത് എഴുതുന്ന രീതി അതുപോലെ തന്നെ എഴുതണം. ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ടൈപ്പ്. അതാണ് പ്രോപ്പർട്ടിയുടെ പേര്. CSSൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ബോർഡർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കും CSS. ഓക്കെ, അപ്പോൾ അതുപോലെ ലിസ്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള CSSന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് ഡിസ്ക്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് പല വാല്യൂസ് കൊടുക്കാം. ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പിന് കൊടുക്കാൻ പറ്റുന്ന 4 വാല്യൂസ് ആണ്. ഒന്ന് ഡിസ്ക്, അടുത്തത് സർക്കിൾ, മൂന്നാമത്തത് സ്ക്വയർ, നാലാമത്തത് നൺ. ഒന്നുമില്ല, ഒരു ഐറ്റം മാർക്കറും ഇല്ലാതെ കൊടുക്കണമെങ്കിൽ ഐറ്റത്തിന്റെ ഫ്രണ്ടിൽ അത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ സംഭവം, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അപ്പോൾ പ്രോപ്പർട്ടി നെയിം ഇങ്ങനെയാണ് എഴുതുക. അത് കറക്റ്റായിട്ട് CSS പ്രോപ്പർട്ടി നെയിം അതുപോലെ തന്നെ എഴുതണം. നമ്മൾ ഇത്തിരി ഒരു ഐഫൺ വിട്ടുപോയാൽ നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് വരില്ല. ഓക്കെ, എന്നിട്ട് ഒരു കോളൻ ഇടുക. കോളൻ ഇട്ടിട്ട് ആ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ, ആ വാല്യൂ CSS പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. ഡിസ്ക് എന്നുള്ളതിന് പകരം DISCക്ക് പകരം DISK നമ്മൾ യൂസ് ചെയ്താൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാ വേർഡുകളും അതേപോലെ തന്നെ ഓർത്തിരിക്കുക. ഇത് എന്തായാലും ലിസ്റ്റിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക. സ്റ്റൈൽ ഈക്വൽ ടു, സ്റ്റൈൽ ഇവിടെ ഒരു ആട്രിബ്യൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് ആയ UL, ഈ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഒരു ആട്രിബ്യൂട്ട് സ്റ്റൈൽ പറഞ്ഞിരിക്കുന്നു. സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അതിന്റെ വാല്യൂ ആയിട്ട് കൊടുത്തത് ഡിസ്ക് ആണ്. ഈ ഡിസ്കിന് വരെ നമുക്ക് പല വാല്യൂസ് മാറ്റി മാറ്റി കൊടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഡിസ്ക് വിത്ത് ഈ ഡിസ്ക് ബുള്ളറ്റുകളായിട്ട് കൊടുക്കേണ്ടത് അൺഓർഡേർഡ് ലിസ്റ്റ് വിത്ത് ഡിസ്ക് ബുള്ളറ്റ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുക. സ്റ്റൈൽ ഈക്വൽ ടു ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഡിസ്ക്. ഓക്കെ, ഇങ്ങനെ ഇവിടെ കൊടുത്തു. ഇതില്ലെങ്കിൽ എന്താ പറ്റുക? ഇത് ഞാൻ ഇട്ടില്ല, നേരത്തെ പോലെ സാധാരണ പോലെ യൂസ് ചെയ്തു. എന്ത് പറ്റും? ഒരു വ്യത്യാസവും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈ ഡീഫോൾട്ട് ഈ ഡിസ്ക് ആണ്. അതുകൊണ്ട് ആ സ്റ്റൈൽ പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. സ്റ്റൈൽ മാറ്റണമെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്താൽ മതി. സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുക. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് തന്നെയാണ് ഇപ്പോൾ. ഇനി നമുക്കിത് മാറ്റിയിട്ട് 4 വാല്യൂസ് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാ? ഡിസ്ക് 1, സർക്കിള്, സ്ക്വയർ, നൺ. ഓക്കെ, അടുത്ത സർക്കിൾ CLE. എന്താണ് ഡിസ്കും സർക്കിളും തമ്മിൽ വ്യത്യാസം? ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്ത ഒരു സർക്കിൾ ആണെങ്കിൽ ഇത് ഔട്ട്ലൈൻ മാത്രമുള്ള സർക്കിൾ, നടുക്ക് എംപ്റ്റി ആയിരിക്കും. സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇപ്പം ഇതൊന്ന് സൂം ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കണ്ട ഡോട്ട് ഫില്ലഡ് ആണ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളാണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുക്ക് ഫില്ലല്ല, സർക്കിളിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഇനി ഈ സർക്കിൾ എന്നുള്ള മാറ്റി അടുത്ത വാല്യൂ കൊടുത്തു നോക്കാം. അടുത്ത എന്താ അവിടെ കൊടുക്കാൻ പറ്റുന്നത്? സ്ക്വയർ അല്ലേ? 4 ഐറ്റമാണ് നമ്മൾ കണ്ടത്. അതിൽ ഡിസ്ക് കൊടുത്തു, സർക്കിൾ കൊടുത്തു. അടുത്തതാണ് സ്ക്വയർ. സ്ക്വയർ റൺ ചെയ്താൽ ഇവിടെ എന്തായി മാറി? സ്ക്വയർ ആയിട്ട് മാറി. ഇനി നമുക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ആ പേരുകൾ ടീ, കോഫി, മിൽക്ക് നിങ്ങൾ താഴെ കാണിച്ചാൽ മതിയെങ്കിൽ ഒന്നും വേണ്ടെങ്കിലും നമ്മൾ ഈ സ്റ്റൈൽ അവിടെ പറയണം അല്ലേ? ഒന്നും പറയാതെ എന്നാൽ എന്താ വരിക? ഡിസ്ക് വരും. ആ ഡിസ്ക് ഫില്ല് ചെയ്ത സർക്കിൾ വരും അല്ലേ? ഡിസ്ക് വരും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ, സ്റ്റൈൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റൈല് പറഞ്ഞിട്ട് അത് നണ്ണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ്. സ്റ്റൈല് എല്ലാ HTML എലമെന്റ്സിലും CSS കൊണ്ടുവരാൻ വേണ്ടി ഇൻലൈൻ എന്ന് പറയും. CSS നമുക്കൊരു വെബ് പേജിൽ പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. 3 രീതിയിൽ ചെയ്യാം. നമ്മളത് പഠിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും.
ഇവിടെ മനസ്സിലാക്കുക, ഇതിനെ ഇൻലൈൻ, അതായത് ഒരു എലമെന്റിന് മാത്രം, ഈ അൺലോഡഡ് ലിസ്റ്റിന് മാത്രം ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻലൈൻ. അതിന്റെ ഓപ്പണിംഗ് ടാഗിൽ ആട്രിബ്യൂട്ട് ആയിട്ട് സ്റ്റൈൽ എഴുതുക. സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. ഡബിൾ കോട്സിനകത്ത് CSS പ്രോപ്പർട്ടി കോളൻ അതിന്റെ വാല്യൂ. അങ്ങനെയാണ് ഇവിടെ CSS പ്രോപ്പർട്ടി ഇതാണ്, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് അതിന്റെ വാല്യൂ ആണ്. ഈ CSS ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, ലിസ്റ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെമിക്കോളം കണ്ടത്. അടുത്ത പ്രോപ്പർട്ടിയും വേണമെങ്കിൽ ഈ കോഡ്സിനകത്ത് തന്നെ എഴുതാം. അടുത്തൊരു പ്രോപ്പർട്ടി ഞാൻ കൊടുക്കുകയാണ്, കളർ. അതിന്റെ വാല്യൂ ആയിട്ട് റെഡ് കൊടുക്കും. കളർ അതിന്റെ വാല്യൂ ആയിട്ട് റെഡ് കൊടുക്കും. ഇപ്പൊ എന്താ റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കോഫി ടീ മിൽക്ക് എന്നുള്ള ലിസ്റ്റ് റെഡ് കളറിൽ വന്നു. ഓക്കെ, വെറുതെ കളർ എന്ന് കൊടുത്താൽ ഫോർഗ്രൗണ്ട് കളർ, അതായത് ടെക്സ്റ്റിന്റെ കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളറിനും ഓപ്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, തൽക്കാലം അറിയണ്ട. ഇപ്പൊ കളർ റെഡ്. ഇപ്പൊ ഞാൻ നൺ എന്നുള്ളത് മാറ്റി വീണ്ടും സ്ക്വയർ ആക്കുകയാണ്. സ്ക്വയർ ആക്കിയിട്ട് റൺ ചെയ്ത് നോക്കാം. ആ സ്ക്വയർ അടക്കം റെഡ് കളറിൽ വന്നു. അപ്പൊ ഇവിടെ രണ്ട് CSS പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് കോളൻ ഇട്ടിട്ട് അതിന്റെ വാല്യൂ. അടുത്തത് സ്ക്വയർ, അതിന്റെ വാല്യൂ ആയ സ്ക്വയർ. അടുത്ത പ്രോപ്പർട്ടി, അതിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് മുമ്പ് എന്ത് വേണം? സെമിക്കോളൻ വേണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി കളർ, അതിന്റെ വാല്യൂ ആണ് റെഡ്. അപ്പൊ ഈ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്ക് ഒരുപാട് വാല്യൂസ് വരാം. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ ഒരുപാട്, പൗഡർ ബ്ലൂ, CSS സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കളർ ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അതുപോലെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്നുള്ളതിന്റെ വാല്യൂ കോളൻ ഇട്ടതിന് ശേഷം കൊടുക്കുന്ന വാല്യൂ 4 എണ്ണേ ഉള്ളൂ, സ്ക്വയർ, ഡിസ്ക്, സർക്കിൾ ആൻഡ് നൺ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ അഡീഷണൽ പഠിച്ചത് സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. സ്റ്റൈൽ എന്നുള്ളത് CSS ഒരു ഐറ്റത്തിൽ, ഒരു HTML എലമെന്റിൽ CSS അപ്ലൈ ചെയ്യാൻ, സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട്. അത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കൊടുക്കുന്നത് ഡബിൾ കോട്സിനകത്ത് CSS പ്രോപ്പർട്ടി നെയിം കോളൻ അതിന്റെ വാല്യൂ, സെമി കോളൻ ഇട്ടിട്ട് അടുത്ത പ്രോപ്പർട്ടി നെയിം കോളൻ അതിന്റെ വാല്യൂ. ആ രീതിയിലാണ് കൊടുക്കുക. ഒന്നിലധികം 3, 4 എത്ര വേണേൽ കൊടുക്കാം. അടുത്ത സെമി കോളൻ ഇട്ടിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, എപ്പോഴും പ്രോപ്പർട്ടി നെയിം കറക്റ്റായിട്ട് എഴുതാൻ അറിയണം, കോളൻ ഇടണം, അതിന്റെ വാല്യൂയും കറക്റ്റായിട്ട് എഴുതാം. സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി SQUAR എന്ന് എഴുതിയാൽ കിട്ടില്ല. അതുപോലെ റെഡിന് പകരം RID എന്ന് എഴുതിയാൽ കറക്റ്റാ സ്പെല്ലിങ് അതേ രീതിയിൽ തന്നെ എഴുതണം. പ്രോപ്പർട്ടിയുടെ പേരിനും എഴുതണം, അതിൽ വാല്യൂവിനും കറക്റ്റായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. എഴുതുന്ന രീതി ഓർത്തിരിക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ഡബിൾ കോട്സിനകത്താണ്. 2 പ്രോപ്പർട്ടി കൊടുത്തു. ആദ്യത്തെ പ്രോപ്പർട്ടി കോളൻ അതിന്റെ വാല്യൂ, രണ്ടാമത്തെ പ്രോപ്പർട്ടി കളർ കോളൻ അതിന്റെ വാല്യൂ റെഡ്. ഓക്കെ, ഈ രീതിയിൽ ഇവിടെ നമ്മൾ പഠിച്ചത് ഈ ലിസ്റ്റിന്റെ, അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ബുള്ളറ്റിന്റെ സ്റ്റൈല് മാറ്റാനാണ്. 4 ടൈപ്പിൽ ഉപയോഗിക്കാം. ഡീഫോൾട്ട് ആയിട്ടുള്ള ഡിസ്ക് ആണ്, പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് വരും. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റൈൽ മാറ്റണമെങ്കിൽ സ്ക്വയർ ആക്കാം. സ്ക്വയർ എന്ന് കൊടുത്താൽ, സർക്കിളിന് കൊടുത്താൽ സർക്കിൾ ആക്കാം, രണ്ടെന്ന് കൊടുത്താൽ ഒന്നും വരില്ല. ഓക്കെ, ഇവിടെ ഒരു പ്രോപ്പർട്ടി മാത്രം വെച്ചിട്ടാണെങ്കിൽ സ്ക്വയർ ബ്ലാക്കിൽ അത് കാണിക്കും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് എക്സാമ്പിൾ, സർക്കിൾ, സ്ക്വയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നോക്കാം. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് നോക്കി. ഇനി ഇതിൽ അടുത്ത പറയാനുള്ളത് നെസ്റ്റഡ് ലിസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കുക. ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുക. ഇവിടെ എന്താണ്? ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ട്. മെയിൻ ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റമാണ് കോഫി, രണ്ടാമത്തെ ഐറ്റം ടീ, മൂന്നാമത്തെ ഐറ്റം മിൽക്ക്. കോഫി, ടീ, മൂന്നാമത്തെ ഐറ്റം മിൽക്കാണ്. പക്ഷെ ഇവിടെ രണ്ടാമത്തെ ഐറ്റത്തിന് ഒരു സബ് ലിസ്റ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഒരു സബായിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. അതെന്താണ്? ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീ ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. മനസ്സിലായോ? ഈ രീതിയിൽ ഒരു ലിസ്റ്റിന്റെ, ഒരു ഐറ്റത്തിന്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് സബ് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നെസ്റ്റഡ് ലിസ്റ്റ് എന്നുള്ള ഇത് നമുക്ക് യൂസ് ചെയ്യാം. അത് ഉപയോഗിക്കാൻ എന്താ? നെസ്റ്റഡ് HTML എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെസ്റ്റഡ് എലമെന്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. എന്താണ്? ഒരു എലമെന്റിനകത്ത് വേറെ എലമെന്റ് വരിക. ഇത് ഒരു ലിസ്റ്റിനകത്ത് വേറെ ലിസ്റ്റ് വന്നാൽ നെസ്റ്റഡ് ലിസ്റ്റായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, UL ഇതാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ടാഗ്. മെയിൻ ലിസ്റ്റിന്റെ എൻഡിങ് ടാഗ് /UL. ഇനി അതിലെ ആദ്യത്തെ ഐറ്റം കോഫി, മെയിൻ ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം കോഫി, രണ്ടാമത്തെ ഐറ്റം ടീ. ആദ്യത്തെ ഐറ്റത്തിന്റെ ക്ലോസിംഗ് ടാഗ് എവിടെ ഉണ്ട്? രണ്ടാമത്തെ ഐറ്റത്തിന്റെ ക്ലോസിംഗ് ടാഗ് എവിടെ? അത് വരുന്നത്
അതിൻ്റെ അകത്ത് വരുന്ന സബ് ലിസ്റ്റും കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ക്ലോസിംഗ് ടാഗ് വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ അകത്താണ് എന്ത് ഈ സബ് ലിസ്റ്റ് വരുന്നത്. അടുത്ത UN, ഇത് പുറത്തുള്ള ലിസ്റ്റ്, ഇത് അകത്തുള്ള അൺഓർഡേർഡ് ലിസ്റ്റ്. അവിടെ രണ്ട് ഐറ്റംസ് ഉണ്ട്, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, രണ്ടും ക്ലോസ് ചെയ്തു. ഈ ഇന്നർ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ രണ്ടാമത്തെ ടി എന്നുള്ള LI ക്ലോസ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റമായ മെയിൻ ലിസ്റ്റിലെ മൂന്നാമത്തെ ഐറ്റമായ LI വരുന്നത്. ഓക്കെ, അപ്പോൾ ആ എഴുതുന്ന രീതി ഓർത്തിരിക്കുക. ഏത് എവിടെ തുടങ്ങി ഏത് എവിടെ ക്ലോസ് ചെയ്യുന്നുള്ള മനസ്സിലാക്കുക. ഇവിടെ ടി എന്ന് പറഞ്ഞ രണ്ടാമത്തെ മെയിൻ ലിസ്റ്റിൽ രണ്ടാമത്തെ ഐറ്റം ക്ലോസ് ചെയ്തത് ടീയുടെ അകത്തുള്ള ഈ ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അൺഓർഡേർഡ് ലിസ്റ്റ്, അതാണിത്. അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടീയുടെ ലിസ്റ്റ് ഐറ്റം LI ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് മെയിൻ ലിസ്റ്റിലെ മൂന്നാമത്തെ ഐറ്റം മിൽക്ക്. ഇതെല്ലാം ഒരേ ലെവലിൽ വരും. സബ് ഐറ്റം കുറച്ച് നീങ്ങി വരും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നെസ്റ്റഡ് ആയിട്ട് എത്ര പോകുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇവിടെ ഡിസ്ക് ആണ് വന്നെങ്കിൽ അതിൻ്റെ സബ് ലിസ്റ്റിൽ സർക്കിൾ വന്നു. ഇനിയൊരു സബ് ലിസ്റ്റ് ബ്ലാക്ക് ടീക്കകത്ത് വീണ്ടും വിത്തൗട്ട് ടീയും വിത്ത് ഷുഗറും വിത്തൗട്ട് ഷുഗറും അങ്ങനെ ഒരു ലിസ്റ്റ് കൂടെ ഉണ്ടാക്കിയാൽ എന്ത് പറ്റും? അത് ബ്ലാക്ക് ടീ കഴിഞ്ഞിട്ട് നീങ്ങി വരും. അതിൻ്റെ ഐക്കണല്ല, ആ ബുള്ളറ്റ് ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇതിനകത്ത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നെസ്റ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇതിൽ ഞാൻ ഈ ഔട്ടർ ലിസ്റ്റിനെ ഒന്ന് ഓർഡേർഡ് ലിസ്റ്റ് ആക്കുകയാണ്. OL എന്തായിരിക്കും ഔട്ട്പുട്ടിൽ വരിക? ഒന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ, എങ്ങനെ വരും? എങ്ങനെ വന്നു നോക്കി. 1 കോഫി, 2 ടീ, 3 വന്നത് മിൽക്ക്. കാരണം ഔട്ടർ ലിസ്റ്റ് മാത്രമാണ് ഓർഡേർഡ് ലിസ്റ്റ്. അതിൻ്റെ അകത്ത് വരുന്ന ഇന്നർ ലിസ്റ്റ് എന്താണ്? അൺഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പം അതുകൊണ്ട് അത് സാധാരണ ബുള്ളറ്റ് ഇട്ടിട്ട് തന്നെ വന്നു, സ്പേസ് ഇത്തിരി നീങ്ങി വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ ഏത് രീതിയിൽ ഓർഡേർഡ് ലിസ്റ്റിനകത്ത് അൺഓർഡേർഡ് ലിസ്റ്റ് കൊണ്ടുവരാം, അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് ഓർഡേർഡ് ലിസ്റ്റ് കൊണ്ടുവരാം. ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓർഡേർഡ് ലിസ്റ്റ് വന്നു. ഇവിടെ ഞാൻ അൺഓർഡേർഡ് അടുത്ത സബ് ലിസ്റ്റ് അൺഓർഡേർഡ് ആണ്, പക്ഷെ ക്ലോസ് ചെയ്തപ്പോൾ അറിയാതെ OL എന്നായിരിക്കും. എന്താ സംഭവിക്കാന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടൊക്കെ ആയിരിക്കും വരും. കണ്ട 1 2 3 വന്നില്ല. ഇത് അൺഓർഡേർഡ് ലിസ്റ്റ് ഐറ്റമായിട്ട് പോയി മിൽക്ക്. അത് വേറെ ഏതോ ലെവലിലേക്ക് പോയി. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് വരാം. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് HTML പ്രത്യേകത എന്താ വെച്ചാൽ എററൊന്നും കാണിക്കില്ല. നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കാണില്ല, അതാണ് നമ്മുടെ എറർ. ഓക്കെ, അപ്പം നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുക. ഈ ഓർഡേർഡ് ലിസ്റ്റ് കൃത്യമായിട്ട് ഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യുക. റൺ ചെയ്ത് നോക്കുക. ഇതിന് പകരം നിങ്ങൾ നേരെ തിരിച്ചു കൊടുത്തു നോക്കുക. പുറത്ത് അൺഓർഡേർഡ് ലിസ്റ്റും ഈ ഉള്ളിലത്തത് ഓർഡേർഡ് ലിസ്റ്റും ആക്കിയിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. കൃത്യമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ, എത്ര നെസ്റ്റിംഗ് ഉണ്ടെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യാനും എഴുതാനും നിങ്ങൾ തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിരിക്കണം. ലാബിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ലിസ്റ്റിൽ മൂന്നാമത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ കാണാം. എന്താണ്? ഒരു ഐറ്റം, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഇതെവിടെ? കോഫി, അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ. ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക്. അടുത്ത ഐറ്റം മിൽക്ക്, അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ. വൈറ്റ് കോൾഡ് ഡ്രിങ്ക്. അത് വരുന്ന രീതിയൊക്കെ നോക്കിക്കേ. കോഫി എന്നുള്ളത് ആദ്യം വന്നു, അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ, അതിന് താഴെ കുറച്ച് നീങ്ങി വന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും, നമ്മൾ സ്പേസ് ഇട്ടിട്ടല്ല. അതുപോലെ മിൽക്ക് എന്നുള്ളത് കോഫിയുടെ ലെവലിൽ തന്നെ മിൽക്ക് എന്നുള്ള വന്നു. അടുത്ത ടൈം അതുപോലെ വന്നു, ആ ടൈമിൻ്റെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് നീങ്ങി വന്നു. അപ്പം ഇവിടെ ലിസ്റ്റ് നേരത്തെ കണ്ട രണ്ടെണ്ണത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ. ഒരെണ്ണം UL ഒരെണ്ണം OL ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് DL, ലിസ്റ്റ് അവസാനിക്കുമ്പോൾ /DL. ഓക്കെ, ഇനി മറ്റ് രണ്ട് ലിസ്റ്റുകളിലും ഓരോ ഐറ്റം എന്തായിരുന്നു? ലിസ്റ്റ് ഐറ്റം തന്നെയായിരുന്നു. ഓർഡേർഡ് ആയാലും അൺഓർഡേർഡ് ആയാലും എന്തായിരുന്നു? LI/ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഇതിനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ടേം എന്നാണ് പറയുക. ഈ ടേമിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ വരിക. അടുത്ത ടേം മിൽക്ക്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത്. അതുകൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ആദ്യം പറയേണ്ടത് ടേം. അപ്പോൾ DT ഡിസ്ക്രിപ്ഷൻ ടേം.
ഏത് ടേമിൻ്റെയാണ് ഡിസ്ക്രിപ്ഷൻ പറയാൻ പോകുന്നത് ആ ടേം ആദ്യം പറയുക. DT വെച്ചിട്ട് വേണം അത് സ്പെസിഫൈ ചെയ്യാൻ. DT കോഫി /DT. അപ്പോൾ ടേം അവിടെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ DD ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക്. ഈ ഐഫൺ അവിടെ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ, ഇല്ലാതെ നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താ വരിക. അടുത്ത ടേം DT, അടുത്ത ടേം മിൽക്ക് എന്നുള്ള ടേമാണ്. അപ്പോൾ DT വെച്ചിട്ട് അത് പറഞ്ഞു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ DD വെച്ചിട്ട് പറഞ്ഞു. റൺ ചെയ്യുമ്പോൾ കോഫി ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക്, മിൽക്ക് വൈറ്റ് കോൾഡ് ഡ്രിങ്ക്. അപ്പോൾ അത് മുകളിലത്തേൻ്റെ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഐഫൺ ഇട്ടൊന്നുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി മനസ്സിലാക്കുക. മറ്റതിൽ നിന്ന് ആകെ വ്യത്യാസം, എല്ലാത്തിലും വ്യത്യാസമുണ്ട് അല്ലേ. ടാഗ് വ്യത്യാസമുണ്ട്, DL-ഉം /DL-ഉം ആണ്. അതിൻ്റെ അകത്ത് വരുന്ന ഓരോന്നും ലിസ്റ്റ് ഐറ്റം എന്നുള്ള കൺസെപ്റ്റ് പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ടേമും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആ ടേമിൻ്റെ ഡിസ്ക്രിപ്ഷനും. DD എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ടേമിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതാണ് DD. ഏത് ടേമിനാണോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ DD. ഓക്കെ, അടുത്ത ടേം DT വീണ്ടും പറയാം. അത് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാം. അപ്പോൾ ഇത് മൂന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് നമ്മൾ ലിസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ HTML ലിസ്റ്റാണ് ഇപ്പോൾ പഠിച്ചത്. 3 ടൈപ്പ് ലിസ്റ്റുകൾ പഠിച്ചു. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. 3 ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്തത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൂടി പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ CSS-ലേക്ക് പോകാം. അതുകൊണ്ട് അടുത്ത ഇനി പറയാൻ പോകുന്നത് ടേബിൾസ് ആണ്. HTML ടേബിൾസ്. ഓക്കെ, നമ്മുടെ സിലബസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ടേബിൾ. ടേബിൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇനി ചില കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഡിസ്പ്ലേയിൽ വരുത്താൻ വരെ നമ്മൾ ടേബിൾ യൂസ് ചെയ്യും. ടേബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ DBM ഡാറ്റാബേസ് ഒക്കെ പഠിച്ചു കാണും. അതിൽ ടേബിൾ എന്താണെന്ന് അറിയാം. അതുപോലെ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം, റോയും കോളമായിട്ട്. മുകളിലൊരു ഹെഡിങ് പോലെ വരണം. ഇപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, കമ്പനി, കോൺടാക്ട് നമ്പർ, കോൺടാക്ട് പേഴ്സൺ, ആരാണ്, കൺട്രി, ഏത് രാജ്യമാണ്, അതാണ് താഴെ വരുന്ന ഓരോന്നും. കമ്പനിയുടെ പേര് ഇത്, അവിടുത്തെ കോൺടാക്ട് പേഴ്സൺ ഇത്, കമ്പനി കൺട്രി ജർമ്മനി. ഇതുപോലെ നമുക്ക് റോയും കോളമായിട്ട് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ടേബിള് നോക്കാം. ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഹൗ ടു ഡിഫൈൻ ആൻ HTML ടേബിൾ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ടേബിൾ എന്നുള്ള ടാഗ്. അതായത് ടേബിളിൻ്റെ തുടക്കത്തിൽ ടേബിൾ എന്നുള്ള ടാഗ് ഉണ്ടാവും, ടേബിൾ അവസാനിക്കുന്നിടത്ത് /ടേബിൾ എന്നുള്ള ടാഗ് ഉണ്ടാവും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടേബിളിനകത്ത് ഇതിനെ ഓരോന്നിനെ നമ്മൾ പറയുന്നത് ഓരോ റോസ് ആണ്. ഒരു റോ, രണ്ടാമത്തെ റോ. അപ്പോൾ ഓരോ റോയും ഡിഫൈൻ ചെയ്യാൻ നമ്മൾ TR ടേബിൾ റോ എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. ഓരോ റോയും ഡിഫൈൻ ചെയ്യാൻ TR എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. ഇനി ഓരോ റോയുടെ അകത്തുള്ള ഓരോ കോളത്തിലെ വാല്യൂ, ഇത് നമ്മൾ ടേബിൾ ഡാറ്റ, ടേബിളിൽ വരുന്ന ഡാറ്റയാണത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ TD എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓർക്കുക, ടേബിളിനെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യാൻ ടേബിൾ എന്നുള്ള ടാഗ്, അത് ടേബിളിന്റെ തുടക്കത്തിലും അവസാനം മാത്രമേ ഉണ്ടാവുള്ളൂ /ടേബിൾ. ഓരോ റോയും തുടങ്ങുമ്പോൾ TR കാണും, റോ അവസാനിക്കുമ്പോൾ /TR കാണും. ഇനി അതിനകത്ത് ഓരോ റോയുടെ അകത്ത് പിന്നെ 3, ഇപ്പോൾ ഇതിൽ എത്ര ഡാറ്റ ഉണ്ട്, ഓരോ റോയിൽ 3 ഡാറ്റ ഉണ്ട്. അപ്പോൾ ഒരു TD ഈ വാല്യൂ കൊടുക്കുക, ആ TD അവസാനിപ്പിക്കുക, അടുത്ത TD സ്റ്റാർട്ട് ടേബിൾ ഡാറ്റ, അങ്ങനെ 3 പ്രാവശ്യം TD എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടി വരും ഒരു റോയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് എക്സാമ്പിൾ തന്നെ നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ടേബിൾ എന്നുള്ള ടാഗ്, ഇവിടെ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ട് വിഡ്ത്ത് ഈക്വൽ ടു 100%. ഞാൻ തൽക്കാലം സ്റ്റൈലിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ടേബിൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഉണ്ട്, ലാസ്റ്റ് നെയിം ഹെഡിങ് ഉണ്ട്, ഏജ് ഉണ്ട്. 3 പേരുടെ ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം ഒരാളുടെ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ആളുടെ ഏജ്, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ, അങ്ങനെ 3 റോയും ഉണ്ട് അല്ലേ. 3 റോ ഡാറ്റ ഉണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഈ ഹെഡിങ് നോക്കിയേ, ഹെഡിങ് വരുന്നത് ബോൾഡായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹെഡിങ്ങിൽ ഇപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യാൻ TR. ഓക്കെ, ആദ്യത്തെ റോ ടേബിളിന് സ്റ്റാർട്ട് ചെയ്യാൻ ടേബിൾ എന്ന് പറഞ്ഞ ടാഗ്, അത് അവസാനിക്കുന്ന എവിടെയാണ്, /ടേബിൾ ഇവിടെയാണ്. അത് കഴിഞ്ഞാൽ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യാൻ TR, അത് അവസാനിക്കുന്നത് ആദ്യത്തെ റോ ഇവിടെ കഴിഞ്ഞു. ആദ്യത്തെ റോയിൽ എന്തൊക്കെയുണ്ട്, ആദ്യത്തെ റോയിൽ വരേണ്ടത് എന്താ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ് ആണ് അല്ലേ. അതാണ് ആദ്യത്തെ റോ ആക്ച്വലി, പക്ഷെ അത് ഹെഡിങ് ആണ്. ഹെഡിങ് ആയതുകൊണ്ട് നമ്മളിവിടെ TD അല്ല യൂസ് ചെയ്യുക, പകരം എന്താണ് TH കൊടുത്താലുള്ള ഗുണം
ബോൾഡ് ആയിട്ട് കാണിക്കും. പിന്നെ ആ കോളത്തിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു. ബാക്കി ടേബിൾ ഡാറ്റയാണെന്നും ഇപ്പോൾ ഇത് നോക്കി, ഇതൊക്കെ സെൻട്രലൈസ്ഡ് ആണോ? ഇത്ര ഏരിയ ഉണ്ട്, ഫസ്റ്റ് ടൈം വരെ ഉണ്ട്, പക്ഷെ കാണിച്ചത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ്. ജിം സ്മിത്ത് ലെഫ്റ്റ് അലൈൻഡ് ആണ്, പക്ഷെ ഇത് സെൻട്രലാണ്. നമുക്ക് വീതി അറിയാത്ത കൂടുതലില്ലാത്തതുകൊണ്ട് അറിയാത്തതാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏജ് ഇത് മൂന്നും TH എന്നുള്ള ടാഗ് വെച്ചിട്ടാണ് ടേബിൾ ഹെഡിങ് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ടേബിൾ എന്നുള്ള ടാഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, മൊത്തത്തിൽ ടേബിൾ ഓപ്പൺ ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ. അതിൽ ഓരോ റോയും ഡിഫൈൻ ചെയ്യാൻ TR. റോ തുടങ്ങുമ്പോൾ TR, റോ അവസാനിക്കുമ്പോൾ /TR. അതിവിടെ ഉണ്ട്. TR ആദ്യത്തെ റോ തുടങ്ങി ആദ്യത്തെ റോ അവസാനിക്കും. ഇനി ആദ്യത്തെ റോയിൽ വരുന്ന ഡാറ്റ ആക്ച്വൽ ഡാറ്റ അല്ല, ഹെഡിങ് ആണ്. അപ്പം അതുകൊണ്ട് അതിന് മാത്രം നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആദ്യത്തെ റോയിൽ മാത്രം TH ഫസ്റ്റ് നെയിം /TH ടേബിൾ ഹെഡിങ് എന്നുള്ള അർത്ഥത്തിലാണ് TH. ഹെഡിങ് ആക്കിയാൽ ഗുണം ബോൾഡായിട്ട് വരും. അടുത്ത TH ലാസ്റ്റ് ടൈം വരും. ഓക്കെ, ആദ്യത്തെ റോ കഴിഞ്ഞു. വീണ്ടും അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ്. TR എന്നിട്ട് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത റോയിൽ ആദ്യത്തെ ഡാറ്റ എന്താണ്? ജിൽ. അപ്പം TD എന്നിട്ട് ആദ്യത്തെ ഡാറ്റ പറഞ്ഞു. അടുത്ത ആ റോയിൽ രണ്ടാമത്തെ ഡാറ്റ സ്മിത്ത്, ആ റോയിൽ രണ്ടാമത്തെ ഡാറ്റ. ആ റോയിൽ മൂന്നാമത്തെ ഡാറ്റ 50. അപ്പം TD മൂന്നാമത്തെ ഡാറ്റ 50. 3 ഡാറ്റയും കഴിഞ്ഞാൽ ആ റോ അവസാനിക്കും. അപ്പം എന്ത് ചെയ്തു? /TR. ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ്. TR. ഇവിടെ എന്താണ്? ഈവ് ജാക്സൺ 94. അപ്പോൾ ആദ്യത്തെ ഡാറ്റ ഈവ് TD, അടുത്ത ഡാറ്റ ജാക്സൺ അത് TD, ഇത് 94 TD. ഇവിടെയൊക്കെ ടേബിൾ ഡാറ്റ വെച്ചിട്ടാണ്. TH അല്ല. TH എവിടെ മാത്രമേ യൂസ് ചെയ്തുള്ളൂ? ഹെഡിങ്ങിൽ മാത്രം. അത് ഹെഡിങ് ആയതുകൊണ്ടാണ്. ബാക്കിയെല്ലാം ഡാറ്റയാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തതും അവസാനത്തതുമായ റോയാണിത്. ജോൺ ഡോ 80. ഓക്കെ, 3 ഡാറ്റയും കൊടുത്തു റോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞു. ടേബിൾ ഇതോടെ അവസാനിച്ചു. ടേബിൾ അവസാനിച്ചു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ തുടങ്ങിയെന്ന് കാണിക്കാൻ ടേബിൾ എന്നുള്ള ടാഗ് യൂസ് ചെയ്തെങ്കിൽ ടേബിൾ അവസാനിച്ചു എന്ന് കാണിക്കാൻ /ടേബിൾ. ഇത്രയേ ഉള്ളൂ. ഇത് റൺ ചെയ്തു. പക്ഷെ ഇവിടെ ബോർഡർ ഇല്ല അല്ലേ? ഇതിൽ റോയും കോളം ഒന്നും വരച്ചിട്ടില്ല, ജസ്റ്റ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആ റോയും കോളം വരാൻ എന്ത്? അപ്പോൾ ഇതിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മളിവിടെ പഠിച്ചു. ടേബിൾ എന്നുള്ള ടാഗിൽ തുടങ്ങി ഓരോ റോയും TRൽ തുടങ്ങി TRൽ അവസാനിച്ചു. റോയിനകത്തുള്ള ഓരോ ഡാറ്റയും TD വെച്ചിട്ടാണ് ഡാറ്റ. ഹെഡിങ് റോയിന് മാത്രം TH യൂസ് ചെയ്യും. അപ്പം അങ്ങനെ 3 റോ, ഒരു റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ. ഇതിൽ ആക്ച്വലി എത്ര റോ ഉണ്ട്? 4 റോ ഉണ്ട്, ഹെഡിങ് അടക്കം. ആ 4 റോയും കഴിഞ്ഞാൽ ടേബിൾ കഴിഞ്ഞു. /ടേബിൾ. ഓക്കെ, ഇവിടെ നമ്മൾ ബോർഡർ കൊടുക്കാനുള്ള ഒന്നും പറഞ്ഞില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെഡിങ്ങിന് വരെ ബോർഡർ ഉണ്ട്. ബോർഡർ ആക്ച്വലി ഉണ്ട്, പക്ഷെ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ബോക്സ് ആണെന്ന് പറഞ്ഞില്ല, ഒരു ബോക്സ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ ആ ബോക്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ബോർഡർ എൻ്റെ ഓർമ്മ വെച്ചിട്ട് കൊടുക്കുകയാണ്. ബോർഡർ ഈക്വൽ ടു 1px. ഓക്കെ, ബോർഡർ ഈക്വൽ ടു ടേബിളിന്റെ മൊത്തത്തിൽ. ഇത് എവിടെയാണ് ഞാൻ കൊടുത്തതെന്ന് നോക്കി? ടേബിളിന്റെ ഓപ്പണിംഗ് ടാഗിൽ കൊടുത്തു. അപ്പോൾ അത് ഏതിന് ആപ്ലിക്കബിൾ? ടേബിൾ എൻ്റെ ടേബിളിന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിൻ്റെ 1px എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് ആണ്. ഞാനൊരു 1 എന്നുള്ള മാറ്റി ഒരു 5 ആക്കി കൊടുത്താൽ എന്ത് വ്യത്യാസം വരും? 5px. ടേബിളിന്റെ ബോർഡർ കട്ടിങ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ലൈനായിട്ട് കാണുന്നത് അല്ലേ? ഓരോന്നിന് ചുറ്റും ഡബിൾ ലൈൻ പോലെ എന്താന്ന് പറഞ്ഞാല് ഓരോ ഡാറ്റയും TDക്കും ബോർഡർ ഉണ്ട്. ഓരോ ഇപ്പൊ ജില്ലെന്ന് പറഞ്ഞതിന് ഒരു ബോർഡർ ഉണ്ട്, സ്മിത്തിന് ബോർഡർ ഉണ്ട്, ഏജ് 50ക്ക് ബോർഡർ ഉണ്ട്. ഈ ഹെഡിങ് ഫസ്റ്റ് ടൈമിന്റെ ബോർഡർ, ലാസ്റ്റ് ടൈമിന്, ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഡബിൾ ആയിട്ട് തോന്നുന്നതാണ്. പിന്നെ ടേബിളിന് മൊത്തത്തിൽ ഒരു ഔട്ടർ ബോർഡർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ് വരിക. അത് നമുക്ക് ഒഴിവാക്കാനൊക്കെ വഴിയുണ്ട്. തൽക്കാലം ഇത് മനസ്സിലാക്കുക. ടേബിളിന് ബോർഡർ ഈക്വൽ ടു 1px എന്ന് കൊടുത്തപ്പോഴാണ് ബോർഡർ വരിക, അല്ലെങ്കിൽ ബോർഡർ വരില്ല. ഇവിടെ നമുക്ക് ബോർഡർ ഒന്ന് കൊടുത്തു നോക്കാം. ബോർഡർ ഈക്വൽ ടു 1px. ജസ്റ്റ് ഏതിനാണ്? HTML ബേസിക് എന്നുള്ളതിനാണ്. ഓക്കെ, ഇതിന് ബോർഡർ അപ്ലൈ ചെയ്യണമെങ്കിൽ CSS ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ചില HTML എലമെന്റ്സിന് മാത്രമേ ബോർഡർ എന്നുള്ളത് നമുക്ക് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ CSS സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് അതവിടെ
കിട്ടാതെ പോയി. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ടേബിളിന് ബോർഡർ കൊടുത്ത് ബോർഡർ ഡിസ്പ്ലേ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് വന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ടേബിൾ എന്നുള്ളതാണ് നമ്മൾ ടാഗ് യൂസ് ചെയ്തത്. ആദ്യം ബോർഡർ ഇല്ലാതെ വെറുതെ ടേബിൾ കൊടുത്ത് ഇവിടെ സ്ലാഷ് ടേബിൾ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു, ടേബിൾ ഫോർമാറ്റിലാണ് ഡാറ്റ വന്നത്. ഡാറ്റയ്ക്കൊന്നും ഇപ്പോഴും ഒരു അനക്കം തട്ടിയിട്ടില്ല ബോർഡർ കൊടുത്തത്. അതിന് ചുറ്റും ബോർഡർ വന്നു എന്ന് മാത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു, ഓപ്പണിംഗ് ടാഗിൽ ഒരു ആട്രിബ്യൂട്ട് അല്ലേ, എന്താ നമ്മളതിനെ പറയാ, ആട്രിബ്യൂട്ട്. ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്ത് അതിനൊരു വാല്യൂ 1px എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ 1px സ്ട്രെങ്ത്തിലുള്ള ഒരു ബോർഡർ അവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ബേസിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതിൽ നിന്ന് പഠിച്ചു. ഫസ്റ്റത്തെ ഇത് ടേബിളിൻ്റെ ഹെഡിങ് ആയതുകൊണ്ട് അത് മാത്രം TH വെച്ചിട്ടാണ് കൊടുക്കാന്നുള്ളത് ഓർത്തിരിക്കുക. റോ അതും സാധാരണ പോലെ തന്നെ TR വെച്ചിട്ടാണ്. പക്ഷേ ഡാറ്റയ്ക്ക് പകരം TDക്ക് പകരം TH ഫസ്റ്റ് റോയിൽ മാത്രം. ബാക്കി എല്ലാ റോയും ഓരോ ഡാറ്റയും TD വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ടേബിൾ എന്നുള്ള ടാഗ്, TR എന്നുള്ള ടാഗ്, TD എന്നുള്ള ടാഗ്. ടേബിൾ മൊത്തത്തിലെ ടേബിൾ, TR ടേബിളിലെ ഓരോ റോയും ഡിഫൈൻ ചെയ്യാൻ, TD ഓരോ റോയുടെ അകത്തുള്ള ഓരോ ഡാറ്റയും ഡിഫൈൻ ചെയ്യാൻ. ഇനി ഡാറ്റയ്ക്ക് പകരം ഫസ്റ്റ് റോ ആണെങ്കിൽ ഹെഡിങ് ആണ്, അതിനുവേണ്ടി നമ്മൾ TD അല്ല യൂസ് ചെയ്യുക, TH യൂസ് ചെയ്യുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ മനസ്സിലാക്കുക ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് CSS ആണ്. അപ്പോൾ CSS എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചാലേ നമുക്ക് ഇതിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി ഈ ഞാൻ പറഞ്ഞു കൊളാപ്സ്ഡ് ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഇവിടെ ഞാൻ സ്റ്റൈല് കളഞ്ഞു, ബോർഡർ ഈക്വൽ ടു 1px അല്ലേ. ഇവിടെ ഡബിൾ ലൈനിൽ അത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഡബിൾ ലൈൻ വേണ്ട, രണ്ടും കൂടെ ഒന്നാക്കണം, കൊളാപ്സ് ചെയ്യണം അല്ലേ. രണ്ട് ലൈനും കൂടെ ഒന്നാക്കി ഒറ്റ ലൈനായിട്ട് കാണിക്കണം. അടുത്ത എല്ലാത്തിനും ബോർഡർ വന്നിട്ടാണത്, എല്ലാം സെപ്പറേറ്റ് ബോർഡർ വന്നിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് എന്താ ചെയ്യാൻ പേര് പറഞ്ഞത്, ഓരോ ബോക്സിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിന് മാർജിൻ അല്ലേ. ആ മാർജിനൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പം അത് ഒഴിവാക്കിയാൽ കൊളാപ്സ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് അടുത്തതിൽ പറയുന്നത്. പക്ഷെ അത് CSSന്റെ പ്രോപ്പർട്ടിയാണ്. കൊളാപ്സ്ഡ് ബോർഡർ എന്ന് പറയുന്നത് CSSന്റെ പ്രോപ്പർട്ടിയാണ്. അത് CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് പഠിപ്പിക്കുമ്പോൾ പറയാം, അവിടെ ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ മതി. CSSന്റെ പ്രോപ്പർട്ടിയാണ് ബോർഡർ കൊളാപ്സ്. അതിൻ്റെ വാല്യൂ ആയിട്ട് കൊളാപ്സ് എന്ന് കൊടുത്താൽ അത് ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഡബിൾ ലൈൻ ഒന്നും ഇല്ല ഇവിടെ, എല്ലാത്തിനും ഒറ്റ ലൈനായിട്ട് വന്നു. അതങ്ങനെ വരാൻ കാരണം ഇവിടെ കൊളാപ്സ് കൊടുത്തുകൊണ്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, CSS പഠിപ്പിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ടേബിളിൻ്റെ അകത്ത് തന്നെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ചില ഹെഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ ടൈം ടേബിളൊക്കെ എഴുതുമ്പോൾ കാണാം, അല്ലെങ്കിൽ എന്താ പറയുക, ടൈം ഇൻ ടൈം ഔട്ട് എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻ. ഹെഡിങ്ങിൽ ഒരു ടൈം എന്ന് കാണും, താഴത്തെ രണ്ട് കോളം. അപ്പോൾ മുകളിലത്തതിൽ രണ്ട് കോളം കൂടെ ചേർത്ത് ഒറ്റ സെല്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ള മെർജ് ചെയ്ത സെല്ലുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് CSS പഠിച്ചതിന് ശേഷം അതിലേക്ക് ടേബിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുക. നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അല്ലേ. വ്യാഴാഴ്ച നമ്മുടെ ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നിങ്ങൾ കണ്ടു തീർത്തിട്ട് ആ സമയത്ത് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അതിനിടയിൽ ഞാൻ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ ലൈവ് വരണം. ഒന്ന് അറ്റൻഡൻസ് എടുക്കാൻ. നിങ്ങൾ ഇതിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയണമല്ലോ. ഞാൻ വീഡിയോ തന്നിട്ട് ഞാൻ പോയി, അല്ലെങ്കിൽ വെറുതെ വാട്സാപ്പിൽ ഡിസ്കഷൻ ആണെങ്കിൽ 1-2 പേരുണ്ടാവും, ബാക്കിയുള്ളവർ ആരും ഉണ്ടാവില്ല. വാട്സാപ്പിൽ ഡിസ്കഷൻ നമുക്ക് നടത്താം, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ എന്ത് വേണേൽ നടത്താം. നിങ്ങൾ വീഡിയോ കാണുക, എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഏത് സമയത്താണെന്ന് ഞാൻ പറയില്ല, ഇടയ്ക്ക് ഞാൻ വാട്സാപ്പിൽ ലിങ്ക് ഇടും മീറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറുക. ആ സമയത്ത് ഞാൻ അറ്റൻഡൻസ് എടുക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ ആ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ ഡിസ്കഷൻ അവസാനിപ്പിച്ച് നമുക്ക് നിങ്ങളുടെ ഡാറ്റ കളയാൻ അധികം നേരം ലൈവ് നിൽക്കില്ല. ഓക്കെ, ചെയ്യാം. ആ സമയത്ത് അപ്പോൾ അറ്റൻഡൻസും ആ സമയത്ത് എടുക്കും. തുടക്കത്തിൽ ഞാൻ ക്ലാസ് റൂമിൽ ഒരു അറ്റൻഡൻസ് ഇടാം, അതും എടുക്കും. പിന്നെ ഈ വീഡിയോയിൽ വരുന്ന അറ്റൻഡൻസ് രണ്ടും കൂടെ ചേർത്തിട്ടേ നിങ്ങളുടെ ഫുൾ അറ്റൻഡൻസ് ആവുള്ളൂ, മനസ്സിലാക്കുക. അതുകൊണ്ട്
വീഡിയോ നന്നായിട്ട് കാണുക, ഡൗട്ടൊക്കെ നോക്കി വെക്കുക, എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ഡിസ്കഷൻ ടൈമിൽ അത് ചോദിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.